കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു പുതിയ അധ്യായം രചിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും NDAയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ B മുരളീധരൻ, പാർട്ടിയുടെ സംസ്ഥാന നേതാവും മുൻ കൊല്ലം ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ BB ഗോപകുമാർ എന്നിവരെ ഈ കേരളം നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വികസിത കേരളം എന്നുള്ള സ്വപ്നവുമായി ഒരു വർഷം മുമ്പ് കേരളത്തിലേക്ക് വന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു വർഷത്തിനുള്ളിൽ ദീർഘവീക്ഷണത്തോടുകൂടി രാഷ്ട്രീയമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് കേരളം നൽകിയ മഹത്തായിട്ടുള്ള അംഗീകാരമായി ഞങ്ങൾ ഇതിനെ കാണുകയാണ്. ഈ കേരളത്തിൽ ഒരു പുതിയ നേതൃത്വം, പുതിയ വീക്ഷണം, അതോടൊപ്പം തന്നെ 3.25 കോടി മലയാളിക്ക് വേണ്ടി വികസിത കേരളം എന്നുള്ള സ്വപ്നം, അതായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്നതോടുകൂടി കേരളത്തിനുണ്ടായ പ്രതീക്ഷയും സ്വപ്നവും. ആ സ്വപ്നത്തിന് കരുത്തേകാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുകയാണ്. നേമം നിയോജക മണ്ഡലത്തിലെ ജനതയോട് തീർത്താ തീരാത്ത നന്ദി ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു. അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത നേമം ജനതയ്ക്കുള്ള നന്ദിയും ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു MLA എന്ന നിലയിൽ വരും നാളുകളിൽ നയിക്കാൻ നിയുക്തനായിട്ടുള്ള ശ്രീ രാജീവേട്ടനോട് ഈ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള സ്നേഹാദരവും രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് ഈ ഉന്നതമാർന്ന ചരിത്രപരമായിട്ടുള്ള വിജയം ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി നേടിത്തന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് മധുരം നൽകിക്കൊണ്ട് കേരളത്തിലെ കോടാനുകോടി വരുന്ന സാധാരണ പ്രവർത്തകരുടെ വികാരം ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് മധുരം നൽകാനായിട്ട് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MD രമേശ് ഉൾപ്പെടെയുള്ള NDA നേതാക്കന്മാരെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് NDA നേതാക്കന്മാരായിട്ടുള്ള ശ്രീ VV രാജേന്ദ്രൻ, ശ്രീ പേരുക്കട ഹരികുമാർ തുടങ്ങിയവർ ഷോളണിയിക്കും. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, രാജീവേട്ടൻ നമ്മളോട് സംസാരിക്കും. നമസ്കാരം. ഞാൻ എൻ്റെ രാഷ്ട്രീയം തുടങ്ങിയത് 20 കൊല്ലം മുമ്പെയാണ്. എൻ്റെ 20 കൊല്ലത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, സന്തോഷകരമായ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ
ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം എൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നാണ്. അത് ഞാൻ ജയിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങൾ മുമ്പോട്ട് വെച്ച നരേന്ദ്രമോദിജി ഇൻസ്പയർ ചെയ്ത ഈ വികസിത കേരളം എന്ന ഒരു കാഴ്ചപ്പാട് ജനങ്ങൾ പിന്തുണ തന്നു 3 MLA-മാരെ ജയിപ്പിച്ച് ഒരു ഇലക്ഷൻ ആയിരുന്നു ഈ ഇലക്ഷൻ. ഞാൻ ഈ ഇലക്ഷന്റെ മുമ്പ് 2 കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞതായിരുന്നു. അത് ഇന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഇലക്ഷനായിട്ട് മാറും, ഈ ഇലക്ഷൻ ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെയാണ് നടന്നത്. രണ്ടാമത്തത് ഞാൻ പറഞ്ഞത്, CPM തുടരും എന്ന് പറയുന്ന കാലത്ത് 2025 മുതൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, പാർട്ടി പറഞ്ഞ കാര്യമായിരുന്നു, ഒരു കാരണവശാലും CPM ഇനി ഭരിക്കില്ല. അപ്പോൾ ഈ ഇലക്ഷൻ ഏറ്റവും പ്രധാനമായി ഒരു ആന്റി CPM ഇലക്ഷൻ ആയിരുന്നു. ആ ആന്റി ഇൻകംബൻസി വോട്ട് ഞങ്ങൾക്കും കിട്ടി, കോൺഗ്രസിനും കിട്ടി. അപ്പോൾ ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ത്രിപുരയിൽ വെസ്റ്റ് ബംഗാളിലെല്ലാം നടന്ന പോലെ തന്നെ കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ഒരു മാർക്സിസ്റ്റ് CPM-ന്റെ ഭരണശൈലിന്റെ ഒരു ലാസ്റ്റ് ഫേസ് ആണ് ഈ ഇലക്ഷന്റെ ഒരു വലിയ മെസ്സേജ്. പിന്നെ ഈ 5 ഇലക്ഷൻ നമ്മൾ നോക്കിയാൽ അതിന്ന് എന്തെങ്കിലും ഒരു പഠനം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കിയാൽ, ഇന്ത്യ അലയൻസ് ഭരിക്കുന്ന തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, കേരളം 3 സ്ഥലത്ത് ഇന്ത്യ അലയൻസ് ആയിരുന്നു ഭരിച്ചത്. ആ 3 സ്ഥലത്തും DMK ആണോ TMC ആണോ CPM ആണോ ജനങ്ങൾ അവരെ തോൽപ്പിച്ചത്. അതേസമയം NDA-ന്റെ ഭരണശൈലിയും NDA-ന്റെ ഭരണവും NDA-ന്റെ വികസനം നടപ്പിലാക്കുന്ന ആസാമും പുതുച്ചേരിയിൽ ഒരു പ്രോ ഇൻകംബൻസി മാൻഡേറ്റ് അവിടുത്തെ NDA സർക്കാരിന് കിട്ടി. ഇതിന് കൂടുതൽ ഇന്ന് ഞാൻ പറയുന്നില്ല. നാളെ ഞാൻ ഇതിനെക്കുറിച്ച് ഞാനും ഗോകുമാർജിയും മുരളീധരൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടാവും, അതിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷെ ഇന്ന് അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, കഴിഞ്ഞ 10 കൊല്ലം CPM ഭരിക്കുമ്പോൾ ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടിന്റെ ഒരു റോൾ ആരും നടപ്പിലാക്കിയില്ല, ആരും ചെയ്തില്ല. 10 കൊല്ലം ശബരിമല കൊള്ള നടക്കുമ്പോൾ, ജനങ്ങളുടെ ദ്രോഹം നടക്കുമ്പോൾ പറയാനും ചെയ്യാനും അസംബ്ലിയിൽ ആരും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിരുന്നു. അവർ മൗനം പാലിച്ചു. അതില് വലിയ മാറ്റം ഇനി വരും. 3 MLA-മാരുണ്ടാവും. ജനങ്ങൾ ഓരോരോ പ്രശ്നങ്ങളെ കുറിച്ച് ഉയർത്തി സംസാരിക്കാനും മുമ്പോട്ട് വെച്ച് സംസ്ഥാന സർക്കാർ അതിനെ പരിഹരിക്കാൻ അതിന് പിന്നിൽ നടക്കാൻ 3 MLA-മാരുണ്ടാവും, BJP NDA. അത് മാത്രമല്ല, ഇനി ഇവിടെ അഴിമതി നടത്തി ഏതെങ്കിലും സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കാനും അതിനെ എക്സ്പോസ് ചെയ്യാൻ BJP NDA അസംബ്ലിയിൽ ഉള്ളിൽ ഉണ്ടാവും. അത് ഒരു വലിയ മാറ്റമായിരിക്കും. ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞതാണ്, ഈ ഇലക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങൾ പുറത്തുനിന്ന് ഇതുവരെ ചെയ്തു. ഇനി അസംബ്ലിയിൽ കയറി അവിടെ ഇരുന്ന് അത് ഞങ്ങൾ നടപ്പിലാക്കും എന്ന് ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു. ഇന്ന് ഈ വിജയം ഇത് എൻ്റെ വിജയമോ ഞങ്ങളുടെ ലീഡർഷിപ്പിന്റെ ഒരു വിജയം മാത്രമല്ല,
ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു അവസരമായിട്ട് ഞങ്ങൾ കാണുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അതിനൊപ്പം ഞങ്ങളുടെ ഓരോരോ പ്രവർത്തകർ രാപകൽ അധ്വാനിച്ച് ഈ ഒരു മാൻഡേറ്റ് ഈ ഇലക്ഷന് വേണ്ടി അധ്വാനിച്ച ഓരോരോ പ്രവർത്തകരും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.